ഹലോ ഗൈസ്, നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുള്ള ആൾക്കാരാണ്. പല കാലം കൊണ്ടായിരിക്കും നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് സ്കിപ്പ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയം ഇല്ലായിരിക്കാം, പിന്നെ ബഡ്ജറ്റും നമുക്ക് കാണത്തില്ലായിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു കൊച്ചു കുട്ടി വരും, ഒരു 3ാം പഠിക്കുന്ന കുട്ടിക്ക് പോലും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ 3 സാൻഡ്വിച്ചുകളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി വയ്ക്കാൻ പറ്റുന്ന ഈ 3 സാൻഡ്വിച്ചുകളാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് കുക്കിംഗ്. വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഇത്ര സാധനമായി നമുക്കൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് 10 മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഡൈസ് ചെയ്ത് മുറിച്ചെടുക്കണം, ഡൈസ് ആക്കി. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഡൈസ് ആക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം ചതുര ഷേപ്പിലാണ്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വെച്ചാൽ ഒരു കുക്കുംബർ, പിന്നെ ഒരു ചെറിയൊരു പകുതി ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു സവാള. എന്നിട്ട് ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു സലാഡിന്റെ രൂപത്തിൽ നമ്മളിത് ഇതിനകത്ത് ഇനി നമുക്ക് സീസണിങ് ആയിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഫുള്ളി കുരുമുളകൊക്കെ പിടിച്ച് സെറ്റായി വരണം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സലാഡ് ഡ്രസ്സിങ് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇത് 1000 ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സിങ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചിങ്ങനെ അപ്പോൾ ഫില്ലിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബ്രെഡിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, 2 മുട്ട എടുക്കുന്നുണ്ട്. ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. ബ്രെഡ് എടുക്കുക, ചെറിയ ബ്രെഡ്. അതിനകത്ത് നമുക്കിനി നമ്മുടെ ഈ ഫില്ലിങ് നിറയ്ക്കാം. ഓക്കെ, നമ്മുടെ 10 മിനിറ്റ് വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാൻഡ്വിച്ച് കണ്ടുപിടിക്കാം. അതെന്ന് പറഞ്ഞാല് ഫുൾ എഗ് ഓവർലോഡ് സാൻഡ്വിച്ച് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനിട്ട് വരാം. എഗ് ഓവർലോഡ് സാൻഡ്വിച്ച്, അതായത് മുട്ടയുടെ ഒരു അതിപ്രസരമാണ് സാൻഡ്വിച്ച്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ 3 മുട്ട. ഈ മുട്ട നമ്മൾ പുഴുങ്ങുന്നതിന് മുന്നായിട്ട് ഇതിന്റെ ഇവിടെ ഈ വീതി കൂടിയ ഭാഗത്ത് അടിവശത്ത് ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്യുവാണെങ്കിൽ പൊളിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നത് ഇതിപ്പം തിളയ്ക്കുന്നുണ്ട്, ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് നല്ലപോലെ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വാട്ടിയെടുക്കണം നിർബന്ധമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വാട്ടി മുട്ട കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇനി ഈ വാട്ടിയ മുട്ട ഒന്ന് ഉടയ്ക്കണം. മുട്ട ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മഞ്ഞയും കഴിക്കാം. കൂടുതൽ പ്രോട്ടീൻ ഇതിനാണ്. ജിമ്മിലൊക്കെ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അത് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ബട്ടർ, ഇതിനകത്ത് കുറച്ച് ഇത് മയമാണ്, കുറച്ച് മയം കൂടെ ചേർക്കാം. രസമായിട്ട് വന്നിട്ടുണ്ട്. ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ആയി കഴിഞ്ഞ് ഗൈസ്. സോസും കൂടെ ആഡ് ചെയ്യാം, കുറച്ച് മതി.
മധുരത്തിനായിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടിയത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ച്, എഗ് ഓവർലോഡ് സാൻഡ്വിച്ച്. അപ്പൊ നമ്മൾ 2 സാൻഡ്വിച്ച് ഉണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ശനിയാഴ്ചയാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ട് ഇതിനേക്കാൾ നല്ല വെറൈറ്റി ആയിട്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് നമുക്ക് കാണാം. അപ്പോൾ അതിന് കുറച്ച് അഡ്വാൻസ് സാധനങ്ങളൊക്കെ വേണം. കുറച്ച് ബീഫും വേണമെങ്കിൽ കുറച്ച് ചിക്കനും, പിന്നെ എഗ് എന്തായാലും നിർബന്ധമാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് നമുക്ക് ഈ കാണാം. അപ്പോൾ ഇത് ചിക്കനാണ് ഗൈസ്. നമുക്ക് ഈ ചിക്കൻ നല്ല സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട്, മീൻസ് നല്ല പ്ലെയിൻ ആയിട്ട് എളുപ്പം വേകാൻ പറ്റിയ രീതിയിൽ. ഇത് ബീഫാണ് ഗൈസ്. നമ്മൾ ഈ ചിക്കൻ അരിഞ്ഞ പോലെ തന്നെ നൈസായിട്ട് തിന്നായിട്ട് ബീഫും കൂടെ അരിഞ്ഞെടുക്കുക. നമുക്ക് ഈ കല്ലിലിട്ട് വേവിച്ചെടുക്കണ്ട, പെട്ടെന്ന് വേഗണം. സോ അതുപോലെ തിന്നാക്കി അരിയുക. അപ്പം അങ്ങനെ എല്ലാം അങ്ങനെ സ്മൂത്താക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിന്നത്തെ അധികം മസാല ഇട്ട് ഇതിനെ അലമ്പാക്കുന്നില്ല ഗൈസ്. നമ്മൾ ജസ്റ്റ് സായിപ്പന്മാരുടെ സ്റ്റൈല് പെപ്പറും സോൾട്ടും മാത്രം. അപ്പം കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് മസാലക്കൂട്ടൊക്കെ ഇട്ട് പിടിക്കാം. പക്ഷേ അത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇത്രയും കോംപ്ലക്സ് ആക്കേണ്ട കാര്യമില്ല ഇതിന്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ്, 15 ഇഷ്ടം സമയം ഇരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു 15 മിനിറ്റ് മതി. ഇതൊന്ന് മാരിനേറ്റ് ആകട്ടെ, എല്ലായിടത്തും ഈ മസാല ഉപ്പൊക്കെ പിടിക്കട്ടെ. അപ്പോൾ നമ്മളിത് ബട്ടറിലാണ് ഈ മീറ്റ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഇടാം. ഇത് നമുക്ക് ബീഫ് സെറ്റാക്കാം. ഇതുണ്ട്, എടുക്കുവാണ്, മൂത്തിട്ടുണ്ട്. നമ്മൾ ആ ചട്ടിക്കകത്ത് തന്നെ ഒരു മുട്ട ബുൾസൈ അടിക്കാൻ പോവാം. നമ്മുടെ മഞ്ഞ പൊട്ടിപ്പോയി ഗൈസ്. അത് കുഴപ്പമില്ല, എന്നാലും പൊട്ടിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. മുട്ടയുടെ മഞ്ഞ പൊട്ടുന്ന പോലൊരു വിഷമമുള്ളൊരു പരിപാടി. നമ്മൾ ആ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ആ മീറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ക്രൈപ്പ് ചെയ്ത് ഈ എഗ്ഗിന് കൊടുക്കുക. നമ്മളിതിനകത്ത് കുറച്ച് മറ്റേ ഡ്രസ്സിങ് ഇടുവാണ്. അതിനകത്ത് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നില്ല. ടോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പക്ഷേ അത് വേണ്ട. നമ്മൾ 2 നിലയായിട്ട് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ വെജിറ്റബിൾസ്, ബ്രെഡ്, ബീഫ്, പിന്നെ ചിക്കൻ, മുട്ട. നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 3 തരത്തിലുള്ള സാൻഡ്വിച്ച് ഇപ്പോൾ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എത്രയും സ്പെഷ്യലായിട്ട് തരണ്ടേ. അപ്പം സ്പെഷ്യലായിട്ട് ഇതുവരെ വീഡിയോ കണ്ടവർക്ക് ഒരു സ്പെഷ്യൽ സാധനമാണ്. ആദ്യം എടുത്ത കുറച്ച് സലാഡ്, പച്ചക്കറി ആയത്. അപ്പം രണ്ടാമത് ഉണ്ടാക്കി നമ്മുടെ ഈ എഗ്ഗ്, കുറച്ചൊരു എണ്ണയായിട്ടുള്ള എഗ്ഗ് നമ്മൾ ഇതിനകത്തോടെ മിക്സ് ചെയ്യുക. ഈ സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നല്ല കിടിലം എഗ് സലാഡായത്. ഓക്കെ, ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. സൂപ്പറാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയ സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. Cheers.
നല്ല ഫ്രഷ് ആണ് തരാം. ഒന്നാമത്തെ കാര്യം പച്ചക്കറിയൊക്കെ ആയിട്ട് തന്നെ നല്ല രുചിയുണ്ട്. പച്ചക്കറിയുടെ ക്യാരറ്റിന്റെ മധുരവും പറഞ്ഞ ഫ്രഷ്നെസ് ഒക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്. ഇതിനകത്തെ പച്ചക്കറിയൊക്കെ നമ്മൾ വേവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ട്, അതുകൊണ്ട് നല്ല നല്ല രുചിയുണ്ട്. പിന്നെ മുട്ടയും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത് എഗ് ഓവർലോഡാണ്, മുട്ടയുടെ അതിപ്രസരമാണ്. മുട്ടയാണ് ഇതിനകത്ത് ഫുള്ള്. നല്ല മുഷിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും കിട്ടില്ല, ഈസിലി ഉണ്ടാക്കാൻ പറ്റും. മുട്ട മുഴുങ്ങുക, മയമല്ലോ ഉടയ്ക്കുക, ബ്രെഡിന് ഇടയിൽ കൊണ്ട് വെക്കുക, കഴിക്കുക. സിമ്പിൾ ആവും. ചുമ്മാ പറയുന്നല്ല ഗൈസ്, ചുമ്മാ പറയുന്നതല്ല, ഇത് അടിപൊളിയാണ്. പൈസ മുടക്കി ഉണ്ടാക്കിക്കൊണ്ട് മാത്രം പറയുന്നതല്ല, വർത്താണ്. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമീകൃത ആഹാരം. ഏറ്റവും പാടായിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി പാടുള്ളതും ടൈം കൺസംഷനും ഉള്ളതായിട്ടുള്ള ഈ സാൻഡ്വിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തരിഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് വേഗം, അതുകൊണ്ട് വലിയ സമയം എടുക്കത്തില്ല. അപ്പൊ ഒന്നുകൂടെ മുട്ടയും ചിക്കനും ബീഫും എല്ലാം ഉണ്ട് കേട്ടോ. ബീഫ് കുറച്ചുകൂടെ സെറ്റ് ആകാറുണ്ട്, അതേ ഉള്ളൂ കുഴപ്പമില്ല. ചിക്കൻ മാത്രമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എനിക്ക് എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട്, കാരണം മുട്ടയും ചിക്കനും ഒക്കെ ഉള്ളതല്ലേ. ബീഫ് എനിക്ക് കിട്ടിയ പീസ് എനിക്ക് വന്നത്, എനിക്ക് കിട്ടിയ ബീഫിന് ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു. ഞാൻ കുറച്ചുകൂടെ തിന്നായിട്ട് അരിയേണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിലാണ് ബീഫിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. കുറച്ച് നേരമായിട്ട് ഞാൻ വച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങിയിട്ടില്ല. ബീഫ് നല്ല ചൂരിയ. പിന്നെ നമ്മള് ഈ വാഗി ബീഫ് ഒന്നും അല്ലല്ലോ ഗൈസ് ഉണ്ടാക്കിയത്. ഈ കടയിൽ കിട്ടുന്ന നാടൻ പോത്തിറച്ചിയാ. അതിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പീസൊന്നും അവർ തരുത്തുന്നില്ല. അവർ തരുന്ന പീസ് നമ്മൾ കഴിക്കുക, അത്രേ ഉള്ളൂ. ഈ കട്ടി കൂടിയാലും കഴിക്കാം, നല്ല രുചിയുണ്ട്. നിനക്ക് ഇതിനകത്ത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്ക് രണ്ടാമത്തെ ഒന്നും രണ്ടും കൊള്ളാം. 3 കൊള്ളാം, തിരക്കേടില്ല, പക്ഷെ കുറച്ചുകൂടെ നന്നാകാനുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് സെറ്റായിട്ട് ഉണ്ടാക്കാം നല്ല പോലെ, അല്ലേ? എന്റെ അഭിപ്രായത്തിലും 2 കിലോ പറഞ്ഞാൽ സൂപ്പർ, നല്ല ജ്യൂസി ആയിട്ടുള്ള മുട്ടയൊക്കെ ആ റണ്ണി എഗ് ആയോണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലെ കിടിലൻ കമ്പാരിസൺ വീഡിയോസ് ഒക്കെ ആയിട്ട്. So wait and watch. Thank you for watching. Bye. Bye.